എല്ലാ സുന്ദരി സുന്ദരന്മാരും അത്താഴമൊക്കെ കഴിച്ച് പരീക്ഷയൊക്കെ ഒന്ന് നോക്കി റെഡിയായിട്ട് ഇരിക്കുകയാണ് എന്ന് കരുതുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രേവതി ടീച്ചർ എത്തിയിട്ടുണ്ട്. ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയട്ടെ. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മലയാളം ക്ലാസ് തകൃതിയായി നടക്കുകയാണ്. മലയാളം ക്ലാസിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ടീച്ചർ നിങ്ങൾക്ക് സകലമാന പോർഷൻസും ഈ 9 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് ടീച്ചർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്കറിയാം, നല്ല എഫേർട്ട് ടീച്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച സംശയങ്ങൾ അതെല്ലാം ടീച്ചറിന് അയച്ചു കൊടുത്തപ്പോഴും ഒരു മടിയില്ലാതെ ടീച്ചർ നമുക്കത് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ ഇന്നലെ പറഞ്ഞു ഇന്നൊരു പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ടീച്ചർ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. അതിന് ടീച്ചറെ നമ്മൾ ഒരിക്കലും എന്താ പറയാ, ഒരു കുറവും പറയാൻ നമുക്ക് പറ്റത്തില്ല. ടീച്ചർ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ വിജയിക്കാൻ ടീച്ചർ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ്. കാരണം ടീച്ചർ വേറെ പല സ്ഥാപനങ്ങളിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിലും നമ്മുടെ വിദ്യാവീതിനെ ടീച്ചർ അതുപോലെ അത്രത്തോളം കരുതലോട് കൂടിയാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നിട്ടും നിങ്ങൾ മാത്രമാണ് പിന്നെയും പുറകോട്ട് നിൽക്കുന്നത്. 75 പേരാണ് ഇന്ന് ജോയിൻ ചെയ്തേക്കുന്നത്. 153 പേരുള്ളിടത്ത് 75 പേരാണ് ഇന്ന് ജോയിൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ 20 പേര് ഇംഗ്ലീഷാന്ന് കൂട്ടിക്കോ. എന്നാലും ബാക്കിയുള്ളവര് മലയാളമാണ്. ഒരു 120 പേരെങ്കിലും വരേണ്ടതാണ്. പക്ഷെ 77 പേര് മാത്രമാണ് വന്നിരിക്കുന്നത്. അതിനെനിക്ക് ഒരു സങ്കടമുണ്ട്. ടീച്ചർക്കും നമ്മുടെ ടീച്ചർമാർക്കൊക്കെ സങ്കടം കാണും. കാരണം നിങ്ങൾ ജയിച്ച് കാണണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇതിന് മുന്നത്തെ പരീക്ഷയ്ക്ക്, അതായത് കഴിഞ്ഞ പ്രാവശ്യമല്ല അതിനു മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് 148 പേര് ജയിച്ചപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ജയിച്ചത് വെറും 67 പേര് മാത്രമാണ് നമ്മുടെ വിദ്യാവീതിയിൽ നിന്ന്. അത് നമുക്ക് വളരെ ഒരു കുറവാണ്. ഇപ്രാവശ്യം നമുക്ക് 153 പേരുണ്ടെങ്കിൽ ആ 153 പേരും ജയിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അതിനുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് കൊണ്ട് മലയാളം കഴിയുന്നു. തിങ്കളാഴ്ച മുതൽ നമ്മൾ സൈക്കോളജി തുടങ്ങും. നാളെ ശനി ഞായർ 2 ദിവസങ്ങൾ നിങ്ങൾ കുറെ പേര് ഇടയ്ക്ക് കയറി വന്നവരുണ്ട്. അങ്ങനെയുള്ളവര് പിന്നെ കുറെ മടിയന്മാരുണ്ട്. അവർക്കും നിലവിലുള്ള ക്ലാസ്സുകൾ കണ്ടു തീർക്കാനുള്ള സമയമാണ്. ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ മാക്സിമം മലയാളമാണ് കാണാത്തതെങ്കിൽ മലയാളം മുഴുവൻ കണ്ട് നോട്ട് എഴുതി ലാസ്റ്റ് ക്ലാസ്സും കണ്ട് പരിപാടികളൊക്കെ തീർത്തു വെക്കുക. ഇനി അവസാനം ഒരു ദിവസം ടീച്ചർ വരും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ ഒരു ദിവസം ടീച്ചർ വരും. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി സംശയങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് അടിവരയിട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ശേഷം നമ്മൾ ആ ദിവസം കൊണ്ട് പരിപാടി തീർത്ത് പരീക്ഷാ ഹാളിലേക്ക് പോവുക. ഒരു 22-24 മാർക്ക് മലയാളത്തിന് സ്കോർ ചെയ്യുക. അതുപോലെ തന്നെയായിരിക്കണം ഇംഗ്ലീഷും. ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചൊറിയൊന്നുമില്ല. അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടുകയും വേണം. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാവണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെക്കുവോ? ഇല്ല. അവസ്ഥയാണ് നമ്മൾ ഈ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് മൊബൈലും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ. നമ്മുടെ പലരുടെയും കുട്ടികൾ അവിടെ അയ്യേ അമ്മയ്ക്ക് ഇതുവരെ കേട്ടിട്ട് കിട്ടിയില്ലേ, അച്ഛൻ ഇതുവരെ കേട്ടിട്ട് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ചേട്ടായിക്ക് ഇതുവരെ കിട്ടിയില്ലേ, ചേച്ചിക്ക് ഇതുവരെ കിട്ടിയില്ലേ എന്നുള്ള ഒരു പുച്ഛഭാവത്തോടു കൂടി ഇനിയും നോക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ടേ പറ്റൂ. ആ കഷ്ടപ്പാട് നിങ്ങളിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് വേണ്ടിയിട്ട് വിദ്യാവീതിനെ ഇത്രയും കരുതലോടുകൂടി കാണുന്ന നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട രേവതി ടീച്ചറിന് ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് നയിക്കാനായിട്ട് ക്ഷണിക്കും. താങ്ക് യു സാർ. അപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് എല്ലാ അധ്യാപകരും വിദ്യാവീതിയിലെ എല്ലാ ടീച്ചേഴ്സും കഴിഞ്ഞ റിസൾട്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ അതിന് മുന്നേ തവണ കുട്ടികൾക്കൊക്കെ ഭയങ്കര സീരിയസ്നെസ് ഉണ്ടായിരുന്നു. അതായത് കേട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെ പഠിക്കാൻ തുടങ്ങിയ ഒരു ബാച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ എന്ത് ചെയ്തു, അത് കുറെ കുറവായിരുന്നു. പക്ഷെ നമ്മള് നമ്മുടെ മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് വിദ്യാവീതിയിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ എടുത്ത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു കേട്ടറ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ഇത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങൾക്കും അതിന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാ. എന്തായി, അവർക്കത് കിട്ടിയോ, കിട്ടിയില്ലേ, നിങ്ങളെ കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഓരോ മെസ്സേജ് അയക്കുമ്പോഴും സാറ് ഞങ്ങൾക്ക് അതെടുത്തൊരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ മെസ്സേജ് അയച്ചു തരും. അപ്പൊ ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാര് കുട്ടികളുടെ ലിസ്റ്റിലുണ്ടല്ലോ, സോറി കേട്ടിട്ട് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഇത്തവണത്തെ മലയാളം ക്ലാസ് 9 ദിവസം എടുത്തു. കാരണം
സാർ എന്നോട് പറഞ്ഞത് 7 ദിവസം ഒരാഴ്ച തരാം, അതിനുള്ളിൽ ഇത് തീർക്കണം എന്നായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുടെ ഭാഗം നോക്കി ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഭാഗം വെച്ചുകൊണ്ട് എല്ലാ ഭാഗവും നമ്മൾ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് ക്ലാസ് പോയേക്കുന്നത്. ആണോ? അതെ മിസ്. ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം, ശരി, ഇന്ന് നിങ്ങൾക്ക് എക്സാം നടത്തിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്ക് തരുന്ന 30 മാർക്കിന്റെ ചോദ്യ പേപ്പർ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ ക്രമപ്പെടുത്തിയേക്കുന്നത്? അതെ ടീച്ചറെ. ഗദ്യവും പദ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തു നിന്നും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് മുന്നേ തവണത്തെ ചോദ്യ പേപ്പറൊക്കെ നോക്കി അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയ കാര്യങ്ങൾ 30 മാർക്കിൽ നിന്നുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇടക്കാലത്ത്, അതായത് ഇപ്പൊ മലയാളം കഴിഞ്ഞു എന്നത് കൊണ്ട് നിങ്ങളെ ഫുള്ളായിട്ട് മലയാളം ഒന്നും സൈഡ് ആവില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിട്ട് സാറിന് എന്തായാലും അയച്ചു കൊടുക്കും. കാരണം നിങ്ങളോട് ആകെ പറയാനുള്ളത്, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? ആ പഠിക്കാന്ന് പറയുന്നത് ഉറക്കൊഴിഞ്ഞ് ഇരുന്ന് അത് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവസാനം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമായിരിക്കും. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പൊ ഉള്ള ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ഇഷ്ടപ്പെടുക. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാ വിഷയങ്ങളാണെങ്കിലും. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതിയോ? ഇന്ന് തന്ന എക്സാം എഴുതിയോ? എന്നെ തോന്നി ഈ എക്സാം സത്യസന്ധമായിട്ട് നമ്മൾ പഠിച്ച ബുക്കൊക്കെ മാറ്റി വെച്ച് ക്വസ്റ്റ്യൻ പേപ്പറും ഒരു പേപ്പറും എടുത്ത് വെച്ച് ആൻസർ ചെയ്ത എത്ര പേരുണ്ട്? ഈ സത്യസന്ധമായിട്ട് നിങ്ങൾ ഒന്ന് മെസ്സേജ് കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി. എനിക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ഇടേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്. എക്സാം ആൻസർ ഒക്കെ എന്തോ ആയിക്കോട്ടെ, ആൻസർ നമുക്ക് പിന്നെ നോക്കാം. ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ്? എഴുതുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ മാറിപ്പോയി എന്നാണോ, അതോ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്? ക്വസ്റ്റ്യൻ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിലവാരം മനസ്സിലാക്കാൻ പറ്റൂ. ഇതുവരെ കേട്ടതും പഠിച്ചതും ഒക്കെ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം ഉപകരിച്ചു എന്നറിയണമെങ്കിൽ ഉറപ്പായിട്ടും എക്സാം എഴുതണം. അപ്പൊ ഈ എക്സാം എഴുതി എന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞേ. നന്നായിട്ട് എഴുതാൻ സോണിയക്ക് സാധിച്ചിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. സംശയമായിരുന്നോ? നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ടോ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നന്നായി എഴുതിയിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ ഇരുന്ന് എഴുതുന്നത് പോലെ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു. ശരി, നന്നായിട്ട് എഴുതാൻ പറ്റി. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതലായിട്ട് നോക്കാം. എഴുതാൻ പറ്റിയിട്ടുണ്ട്. എല്ലാരും നന്നായിട്ട് എഴുതി. പേടി മാറിയിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒറ്റയ്ക്ക് ചെയ്തു. എന്റെ പഠനം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ശരി, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി. അത് എന്താന്ന് വെച്ചാല് OMR ഷീറ്റ് കൊടുത്തിട്ട് തന്നെ 30 മാർക്കിൻ്റെത് എഴുതിപ്പിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത് വിട്ടുപോയി. ലാസ്റ്റ് എന്തായാലും സാറ് OMR ഷീറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ കാണിക്കുമല്ലോ. അപ്പൊ ഇംഗ്ലീഷും മലയാളം എല്ലാം കൂടി കൂട്ടിയ ഒരു എക്സാം നിങ്ങൾക്ക് സാർ ലാസ്റ്റ് എങ്ങാനും നടത്തും. ആ ടൈമിൽ OMR ഷീറ്റിൽ വെച്ച് എഴുതിയിട്ട് നിങ്ങൾ തിരുത്താം. കാരണം നിങ്ങൾ ഒരിക്കലും OMR ഷീറ്റ് തെറ്റരുത്. അത് ചെയ്യാൻ പോലും പഠിക്കാത്ത കുറെ പേരുണ്ട്. ഇതിനിടയിൽ ഞാൻ സാറ് പറഞ്ഞല്ലോ വേറൊരു സ്ഥാപനത്തിൽ കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ OMR ഷീറ്റ് ഒക്കെ വെച്ചൊരു PSCക്ക് എക്സാം നടത്തിയപ്പോ അതിൽ ഒരു ഹോളിൽ നിന്ന് 12 പേരുടെ OMR ഷീറ്റ് മാറ്റേണ്ടി വന്നു. 12 പേരുടെ OMR ഷീറ്റ് മാറേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ വെറുതെ OMR ഷീറ്റ് നോക്കാതെ എഴുതിയിട്ട് അവസാന ഹോളിൽ ഇരിക്കുന്ന ആള് വന്ന് അത് ചിരണ്ടി കളയേണ്ട അങ്ങനെയുള്ള ഒരു പരിവൊന്നും ആക്കരുത്. പഠിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ സൂപ്പറായിട്ട് വായിക്കാം. ഇനി എന്തായാലും സമയം കളയുന്നില്ല. ഗദ്യം പദ്യം. അപ്പൊ നിങ്ങൾ എഴുതി വെച്ച ആൻസർ ഒക്കെ എടുത്തോ. ഈ ഗദ്യം വായിച്ചപ്പോ എന്ത് തോന്നി? ഗദ്യം എന്ന് പറയുന്ന ടോപ്പിക് വായിച്ചപ്പോ എന്താ തോന്നിയത്? കുറച്ച് കടുകട്ടിയായിരുന്നു.
നോക്കാം അല്ലെ. കടുകട്ടി ആയിരുന്നോ, അത് നമ്മുടെ ചിന്തയുടെ കുഴപ്പമായിരുന്നോ, ശരിക്കും ബുദ്ധിമുട്ടാണോ എന്ന് കണ്ടറിയാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഏതിനെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ പറ്റില്ലേ? പറ്റും ടീച്ചറെ. അപ്പൊ ഞാനും എന്തായാലും അതൊന്ന് സ്ക്രീനിൽ ഓപ്പൺ ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ഗദ്യം തന്നിട്ടുണ്ട് അല്ലെ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഗദ്യം ഞാൻ വായിക്കുന്നില്ല, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിഹാസങ്ങൾക്ക് ജനകീയ രൂപം നൽകിയ കവി എന്ന ലേഖകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എഴുത്തച്ഛൻ, കണ്ണശൻ, അയ്യമ്പള്ളി ആശാൻ, ചെറുശ്ശേരി. ആൻസർ ഏതാ? പറഞ്ഞോ. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പറഞ്ഞോ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കണ്ണശൻ ആണെന്ന് പറയുന്നുണ്ട്. ആണോ? ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഈ പാരഗ്രാഫിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. നമുക്ക് വേണ്ടത് ഇതിഹാസങ്ങൾക്ക് ജനകീയ രൂപം നൽകിയ കവി എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പാരഗ്രാഫ് ഒരു തവണ വായിക്കാം. ഒന്നും മനസ്സിലായിട്ടില്ല, ശരി, കടുകട്ടിയാണ്, ഓക്കെ. ഇനി എന്ത് ചെയ്യാം? അർത്ഥമൊന്നും മനസ്സിലായില്ല, വിട്ടെ. ഇനി നിങ്ങൾ വീണ്ടും ആ ക്വസ്റ്റ്യൻ വായിക്കാം. ഇതിഹാസങ്ങൾക്ക് ജനകീയ രൂപം നൽകിയ കവി എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിരുത്തി ആ ലൈൻ എവിടെയുണ്ടെന്ന് നോക്കിക്കേ. പാരഗ്രാഫില് ആ ലൈൻ എവിടെയുണ്ട്? ഇതിഹാസങ്ങൾക്ക് ജനകീയ രൂപം നൽകിയത്. ഇതിഹാസങ്ങൾക്ക് കാണുന്നുണ്ടോ? മൂന്നാമത്തെ ലൈന് കാണുന്നുണ്ടോ? ഈ ഞാൻ വരച്ചിരിക്കുന്ന ആൻസർ കണ്ടോ? ഇതിഹാസങ്ങൾക്ക് ജനകീയ രൂപം നൽകിയ കവി എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നിരണം കവികൾ. നിരണം കവികൾ എന്ന് പറയുന്നത് കണ്ണശനെയാണ്. കണ്ണശന്മാർ നമ്മളത് ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ. രാമചരിതം കഴിഞ്ഞ് പിന്നെ നിരണം കവികൾ, കണ്ണശന്മാരുടെ കവികളും കൃതികളൊക്കെ വന്നപ്പോഴാണ് മലയാള സാഹിത്യം വേറെ വഴിക്ക് പോയത് എന്നൊക്കെ ഞാൻ ഒരു ദിവസം പറഞ്ഞത് ഓർക്കുന്നോ? ആൻസർ കൊടുത്തത് എന്താണ്? ഓപ്ഷൻ ചോദ്യത്തിൽ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത് എന്ന് വായിച്ചു നോക്ക്. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? പടയണിയുടെയും കോലം തുള്ളലിന്റെയും ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ചതെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്ന സാഹിത്യ രൂപം ഏത്? ഏത്? മ്യൂട്ട് ചെയ്തോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. രാമകഥയെ പാട്ടിലാക്കി എന്ന പരാമർശം ഏത് കൃതിയെ ഉദ്ദേശിച്ചാണ്? ഏത് കൃതിയെ? ആ പാരഗ്രാഫ്. ശരി, ആ പാരഗ്രാഫ് നിങ്ങൾ ഒന്ന് നോക്കിയാ മതി അല്ലെ. പാരഗ്രാഫിൽ കാണുന്നുണ്ടോ? രാമകഥ ദ്രാവിഡ സംവേദ രീതികൾക്കൊപ്പിച്ച് രാമകഥയെ പാട്ടിലാക്കുന്ന, വായിച്ചോ, പാട്ടിലാക്കുന്ന നിരണ കവികളാണ് ശ്രീരാമന്റെ രാമചരിതം. പാരഗ്രാഫിലുണ്ടോ ഉത്തരം? ഉണ്ട്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ സേഫ് ആയിട്ട് പാരഗ്രാഫ് ഒന്ന് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പടയണിയുടെയും കോലം തുള്ളലിന്റെയും ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ചതെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്ന സാഹിത്യ രൂപം ഏത്? തുള്ളലാണോ? എവിടെയുണ്ട് ആ വരി? എവിടെയുണ്ട്? പടയണിയുടെയും കോലം തുള്ളലിന്റെയും ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ കവിതാരൂപം അല്ലെ, ഒരു പുതിയ
എന്ത് കവിതാരൂപവും ഒപ്പം ഒരു പുതിയ ജനകീയ നാട്യരൂപവും സൃഷ്ടിക്കുന്നതായ മഹാനായ കുഞ്ചൻ നമ്പ്യാരുമാണ് ഈ പാരമ്പര്യം പിന്തുടർന്നിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കുഞ്ചൻ നമ്പ്യാർ പിന്തുടർന്നു. അപ്പൊ ഉത്തരം എന്താ അവിടെ? തുള്ളലിന്റെ ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയത് തുടർന്നു. എന്താ ഉത്തരം വരുന്നപ്പോ? തുള്ളൽ. ഉറപ്പായിട്ട് 43ാമത്തതിന്റെ ആൻസർ വരുന്നത് തുള്ളലാണ്. പാരഗ്രാഫിൽ ഉണ്ടോ ഇല്ലയോ ഉത്തരം? ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 44ാമത്തെ ചോദ്യം എവിടെ? ഒരു മിനിറ്റ്, 44ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. 44 എഴുത്തച്ഛന്റെ സാഹിത്യ സംഭാവനയുമായി യോജിക്കാത്ത നിരീക്ഷണം ഏതാണ് എന്നാണ് ചോദ്യം. എഴുത്തച്ഛന്റെ സാഹിത്യ സംഭാവനയുമായി യോജിക്കാത്ത നിരീക്ഷണം ഏതാണ്? മലയാള ഭാഷയെയും സാഹിത്യത്തെയും അഴിച്ചുപണിയും. യെസ്, അത് പാരഗ്രാഫിലുണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? മലയാള ഭാഷയെയും സാഹിത്യത്തെയും പാരഗ്രാഫിനകത്ത് സൂക്ഷിച്ചു നോക്കിയേ. ഭൗതികാനുഭവത്തിന്റെ ഇപ്പുറത്ത് നടുഭാഗത്തായിട്ട് മലയാള ഭാഷയുടെ സാഹിത്യത്തെയും സംസ്കാരത്തെയും ആകെ അഴിച്ചു പണിയുന്നു എന്ന് പറയുന്ന ചോദ്യത്തിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മലയാള ഭാഷയും സാഹിത്യ സംസ്കാരത്തെയും എഴുത്തച്ഛന്റെ സാഹിത്യ സംഭാവനയുമായി യോജിക്കാത്ത നിരീക്ഷണം അവിടെ ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഭാഷാ വൃത്തങ്ങൾക്ക് പകരം സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിച്ചു. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? ബാക്കിയെല്ലാം അവിടെ കൊടുത്തിരിപ്പുണ്ട്. അപ്പൊ ആൻസർ അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, അഴിച്ചു പണിതു എന്ന് പറയുന്നത്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ. ജ്ഞാനപാരയുടെ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുത ഏത്? ഭൗതികാനുഭവത്തെ അതീത ജ്ഞാനവുമായി സമന്വയിപ്പിക്കുന്ന ശൈലി സൃഷ്ടിക്കുന്നു. ജനകീയ ശൈലി സൃഷ്ടിക്കുന്നു. അപ്പൊ അവിടെയും എന്തുണ്ട്? 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വായിച്ചാൽ കിട്ടും. അപ്പൊ ഗദ്യത്തിലെ 5 ചോദ്യം പുറത്തുനിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണോ? അല്ല. ഓക്കെ, ഗദ്യം വായിച്ചിട്ട് ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല, തോന്നിയില്ല. ആദ്യത്തെ തെറ്റിപ്പോയി ടീച്ചറെ. ആദ്യത്തെ 4 ശരിയായിട്ടുണ്ട്. 4 ശരിയായി, ഒരെണ്ണം പോയി. 4 ശരി, ഓർമ്മ പോയി. കണ്ണച്ചൻ തെറ്റിപ്പോയി, ബാക്കിയെല്ലാം ശരിയാ. പോട്ടെ, കണ്ണച്ചന്മാര് നിരണം കവികൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? ഇതാണ് 5 മാർക്കിന്റെ ഗദ്യം. നിങ്ങൾ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ചോദ്യം മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ഗദ്യം തന്നെയായിരുന്നു ഇപ്പൊ എടുത്തിട്ടേക്കുന്നത്. മ്യൂട്ട് ചെയ്തോ. അപ്പോ ഈ ഗദ്യം വന്നപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു തവണ മലയാളത്തില് ചിലപ്പോ ഭയങ്കര കട്ടിയുള്ള വാക്കൊക്കെ തരും. നിയോ ക്ലാസിക് പ്രസ്ഥാനത്തിന്റെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. റൊമാന്റിസിസത്തിന്റെ, കാൽപ്പനികത എന്നൊക്കെ പറഞ്ഞ് വരികൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു തവണ ആ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഒന്നും മനസ്സിലാവുന്നില്ലേ? വേണ്ട. നിങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്താണ്? നിങ്ങൾ ആ ഇതിഹാസങ്ങൾക്ക് ജനകീയ രൂപം നൽകിയ കവി എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് ആ ഇതിഹാസം, ആ വരി പാരഗ്രാഫിൽ എവിടെയാണോ അവിടെ ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ ചെറുതായിട്ട് വരയ്ക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് ഉത്തരം കിട്ടും. ഈ ഗദ്യത്തിൽ നിന്നൊന്നും ഒരു ചോദ്യം പോലും പുറത്തുനിന്ന് വരില്ല. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതുപോലെ നോക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗദ്യം സിമ്പിൾ ആണെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കൊക്കെ കിട്ടിയല്ലോ. പരീക്ഷാ ഹോളിൽ പിന്നെ എവിടെയാ നമുക്ക് മാർക്ക് പോകുന്നത്? കിട്ടി. അപ്പൊ ഈ നിലയിൽ വേണം ഇനി എന്ത് ചെയ്യാൻ? ഗദ്യം വായിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് പദ്യസാഹിത്യം അല്ലെ? ഇനി നമ്മുടെ പദ്യം എടുക്കാം. നമുക്ക് പദ്യം വായിച്ചു നോക്കിയിട്ടുണ്ടോ?
നോക്കിയിട്ടുണ്ട്. സത്യസന്ധമായി പറയണം, പദ്യം കഴിഞ്ഞിട്ട് വായിക്കാൻ തോന്നില്ല മിസ്സേ, വായിച്ചിട്ട് ഒരു വസ്തു മനസ്സിലായിട്ടില്ല, ഇതെങ്ങനെ എഴുതണം അങ്ങനെയൊക്കെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ, നല്ലതായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കവിതയുടെ ഒരു പ്രത്യേകത എന്താ? കവിത എഴുത്തുകാരൻ ഒരു കവിത എഴുതി കഴിഞ്ഞാല് പിന്നെ അവിടെ എഴുത്തുകാരനില്ല, വായനക്കാരന്റെ ഇഷ്ടാനുസരണം വായിക്കാം. നമ്മൾ എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് ഈ കവിത വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ ഈ കവിതയിൽ നിന്നും വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടത്തെ കവിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു മിനിറ്റ്. ചോദ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നിലാവലം മൂടിയ പാടശേഖരം പോലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അല്ലെ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഫസ്റ്റ് ലൈനിൽ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അസുഗന്ധം സഹിപ്പീലമ്മേ എന്തുകൊണ്ട്? ആ വരിയുടെ മുകളിൽ നോക്കിയാ മതി. അസുഗന്ധം സഹിപ്പില്ലമ്മേ എന്ന് പറഞ്ഞ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ പ്രേതത്തെ പോലെ ഓർമ്മ വരും. എന്തായിരുന്നു? പ്രേതത്തെ പോലെ. ഈ കവിത എന്ന് പറയുന്നത് ലേഖനം പോലെ അങ്ങ് നമ്മൾ വായിച്ചെടുക്കരുത്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്തായിരിക്കാം അതിന്റെ അർത്ഥം ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് കണക്കാക്കി നോക്കിക്കേ. സി ആണ് മിസ്സേ, ഏറ്റവും വേർപാടിനെ. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ? എന്താ ഇത്? പോയ കാലം നിലാവല മൂടിയ പാടശേഖരം പോലെ തീരത്തൊരു പാല പൂത്തു നിൽക്കുന്നു ഉച്ചൊരാളുടെ പ്രേതമസുഗന്ധം സഹിപ്പീലമ്മേ. ഇത് വായിക്കുമ്പോ തന്നെ ഉള്ളിൽ അറിവൊന്നുമല്ല, പുറത്തു തന്നെ ഉണ്ടല്ലേ. പോയ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്, പോട്ടെ അത് കഴിഞ്ഞു. പാല പൂത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പാല പൂക്കുന്നത് യക്ഷി വരുമ്പോഴാണ് എന്ന് പണ്ടത്തെ കുട്ടിക്കഥകളിലൊക്കെ പറയാറുണ്ട് ഇല്ലേ? പാല പൂക്കുന്ന മണം, യക്ഷിയും പ്രേതത്തിന്റെയും ഒക്കെ വരുന്ന മണം. അങ്ങനെ പറയും. ഇവിടെ അതും കൊടുത്തിട്ടുണ്ട്. എന്ത്? പാല പൂത്തു നിൽക്കുന്നു ഉച്ചൊരാളുടെ. ഉച്ച എന്ന് പറഞ്ഞ എന്താ? അത്രയും ചേർന്ന് നിൽക്കുന്ന അല്ലെ? അത്രയും മ്യൂട്ട് ചെയ്യണേ, എവിടെന്നോ ഒരു സൗണ്ട്. ഉച്ചൊരാൾ, അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ പ്രേതമസുഗന്ധം. അത്രയും ഉച്ചൊരാളുടെ പ്രേതം. ജീവിച്ചിരിക്കുന്ന ഒരാൾ പ്രേതാവോടോ? ആവോ? ഇല്ല. അപ്പൊ ഉച്ചൊരാളുടെ ആ പ്രേതമസുഗന്ധം, ആ പ്രേതത്തിന്റെ ആ സുഗന്ധം, ആ മരിച്ച അയാളുടെ ആ ഒരു സുഗന്ധം എനിക്ക് സഹിപ്പില്ലമ്മേ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വരി വായിക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും തോന്നുന്നത് പാല പൂത്ത് നിൽക്കുന്നത് ഇപ്പൊ പ്രേതത്തെ കാണുന്നു എന്നാണോ അവിടെ അർത്ഥം? ആണോ? അല്ല. ഈ വരി ശരിക്കും പറഞ്ഞ ഒരു സിമ്പിൾ വരിയല്ലേ? സുഗന്ധം, അയാളുടെ സുഗന്ധം എന്നവിടെ എടുത്ത് പറയുമ്പോ നമ്മൾ എന്തിനാ വെറുതെ പാല പൂത്ത് നിൽക്കുമ്പോൾ പ്രേതത്തെ ഓർമ്മ വരും. ഇത് നമ്മൾ ശരിക്കും കവിതയെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കവിത വായിച്ചു എന്നല്ല, ആ കവിതയെ വെറുതെ ഇങ്ങനെ നോക്കിന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഉത്തരവുണ്ട്. അതുമായി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി 48ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ, വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹ ലക്ഷണമെന്നു ജ്യേഷ്ഠന്. ഈ പരാമർശത്തിന്റെ ആശയം എന്താണ്? വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹ ലക്ഷണമൊന്നും ജ്യേഷ്ഠന്. ഈ പരാമർശത്തിന്റെ ആശയം എന്താ? എന്താ ആ വരി അവിടെ നോക്ക്. വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹം എന്ന് പറയുന്ന ഒരു വരി അവിടെ കാണുന്നുണ്ടല്ലോ. കണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെത് കണ്ടു. എന്താണ്? വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹ ലക്ഷണം എന്ന് ജ്യേഷ്ഠന്. ഈ പരാമർശത്തിന്റെ ആശയം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. തൊട്ട് മുമ്പിലുള്ള വരി ഒന്ന് വായിച്ചു നോക്കിക്കേ. നമ്മളിപ്പോ വായിച്ചു
മുട്ടുപൊട്ടിക്കരഞ്ഞാൽ പുകക്കരി വെച്ചു കെട്ടിത്തരുന്ന ഒരാൾ. ആരാ മരിച്ചത്? അതാ ഇവിടെ ഉത്തരം കൊടുക്കുന്നത് അല്ലെ. എന്താ ഈ വരി ശരിക്കും പറഞ്ഞ പുറമേന്ന് ഉള്ളിലുള്ള ഗ്രാമറോ വ്യാകരണോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അർത്ഥം കിട്ടും. പോയ കാലം നിലാവലം മൂടിയ പാടശേഖരം പോലെ തീരത്തൊരു പാല പൂത്തു നിൽക്കുന്ന ഒറ്റൊരാളുടെ പ്രേതമസുഗന്ധം സഹിപ്പീലമ്മേ എന്ന് പറഞ്ഞു. ഓക്കെ, എന്തോ ഒരു ഭയങ്കരമായ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. പെറ്റനാൾ തൊട്ട് ഇണങ്ങി വളർന്ന ഒരാൾ, മുട്ടുപൊട്ടി കരഞ്ഞാൽ പുകക്കരി വെച്ചു കെട്ടിത്തരുന്ന ഒരാൾ. എന്താ പെറ്റനാള് ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ കൂടെ നിന്നൊരാള് അല്ലെ. എന്റെ മുട്ട് പൊട്ടിയപ്പോ എനിക്ക് ചെയ്തു തരുന്ന ഒരാള്, ഊഞ്ഞാല് കെട്ടിയാട്ടിത്തരുന്ന പ്രിയങ്കരൻ, പ്രായമായ അന്ന് ദേവേന്ദ്രനെ കൊണ്ട് താലി കെട്ടന്റെ നേരനുജത്തിക്കു നേരമായൊന്ന് ചന്ദനത്തിൽ നെടും കാതലിൽ പൂർണ്ണ വിഗ്രഹം തീർത്തൊരാൾ. വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹ ലക്ഷണമാണെന്നു ജ്യേഷ്ഠനും, നിദ്രയിൽ എത്തിയിടും മക്കളില്ലാത്ത ദേവകൾ ശില്പമാകണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല? മനസ്സിലായി. ഇല്ലേ? ഒരു അനുജത്തി പറയാണ് ഏട്ടൻ മരിച്ചു പോയിട്ട്, ഏട്ടനാണ് മരിച്ചു പോയത്, ആ ഏട്ടൻ എങ്ങനെയാണ് എന്നുള്ള വരിയാണ് അവിടെ. കാതിലിൽ പൂർണ്ണ വിഗ്രഹം തീർത്തൊരാൾ, വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹ ലക്ഷണമാണെന്നും ജ്യേഷ്ഠന് എന്ന് പറയുമ്പോ എന്താ, വൃക്ഷമൊക്കെയും ഏത് വൃക്ഷത്തിലും ഒരു വിഗ്രഹം തീർക്കാനുള്ള സാധ്യത അന്വേഷിക്കുന്ന ഒരാളാണ് എന്നവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതാണ് ഇവിടെ എന്താ, വൃക്ഷം ഏതായാലും വൃക്ഷമൊക്കെയും എല്ലാ വൃക്ഷങ്ങളും തീരാത്ത വിഗ്രഹ ലക്ഷണമാണ് ജ്യേഷ്ഠന് എന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട് ഇല്ലേ? എടുത്തു പറയുന്നില്ല? ഉണ്ട്. ഉത്തരവുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിമർശനക്കുത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിമർശനക്കുത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അപ്പൊ ഇവിടെ ആ വരി നോക്കാതാ. എന്താ, മക്കളില്ലാത്ത ദേവകൾ കിൽപ്പമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മെച്ചമാക്കുവാൻ വീണ്ടും വിമർശന കുത്തുമാത്രം കൊടുത്തു ഞാൻ എപ്പോഴും അല്ലെ. എന്താ ഇപ്പൊ കിൽപ്പമാകണമെന്ന് പ്രാർത്ഥിക്കുവാൻ മെച്ചമാക്കുവാൻ വീണ്ടും വിമർശന കുത്തുമാത്രം കൊടുത്തു ഞാൻ. ചോദ്യം എന്താ, വിമർശന കുത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ശില്പി മെച്ചപ്പെടാൻ. ശില്പി മെച്ചപ്പെടാൻ അല്ലെ. അതായത് ശില്പങ്ങളുണ്ട് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട്, മെച്ചമാക്കുവാൻ വീണ്ടും എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. മെച്ചമാക്കുവാൻ വീണ്ടും വിമർശന കുത്തു മാത്രം കൊടുത്തു ഞാൻ എപ്പോഴും. അപ്പൊ മെച്ചമാക്കുവാൻ ചോദ്യത്തിൽ തന്നെ വരി തന്നിട്ടുണ്ടോ? ഉത്തരം തന്നിട്ടുണ്ടോ? ഉണ്ട്. ടീച്ചറെ കണ്ടു. അപ്പൊ 4ാമത്തെ ചോദ്യം അവിടെ കഴിഞ്ഞു. ഇനി വരുന്ന 5ാമത്തെ ചോദ്യമാണ് എന്ത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിദ്രയിലെത്തിയിടും മക്കളില്ലാത്ത ദേവകൾ ശില്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ. ഈ വരികളിൽ ഏറ്റവും ഉചിതമായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ്. അത് നിങ്ങൾ ഈ അർത്ഥം അറിഞ്ഞിട്ട് എഴുതേണ്ട ഒരു വരിയാണ് അല്ലെ. എന്താ മക്കൾ, ഇത്രയും കഥ അറിഞ്ഞു ഒരു അനിയത്തി ജ്യേഷ്ഠനെ കുറിച്ച് പറയുന്നു, ജ്യേഷ്ഠൻ എങ്ങനെയാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ വരി എന്താ, നിദ്രയിലെത്തിയിടും മക്കളില്ലാത്ത ദേവകൾ ശില്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ. ഈ വരികളെ ഏറ്റവും ഉചിതമായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ്. മക്കളില്ലാത്ത ദേവകളുടെ ശില്പങ്ങൾ ഉണ്ടാക്കാറില്ല, അങ്ങനെയൊന്നും ഇതിൽ പറയുന്നുണ്ടോ? ഇല്ല. ദേവകളെ മാത്രമേ ശില്പങ്ങളാക്കാറുള്ളൂ, ഉണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. ദേവകളും തമ്മിൽ സൗഹൃദത്തിലാന്ന് പറയുന്നുണ്ടോ? ഇല്ല. ആൻസർ ഓപ്ഷൻ ബി. തങ്ങളുടെ രൂപത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കാനായി മക്കളില്ലാത്ത ദേവകൾ സമീപിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ബുദ്ധിമുട്ടായിരുന്നോ? ഇല്ലായിരുന്നു, ബുദ്ധിമുട്ടില്ലായിരുന്നു. പറയോ? ഏത് 3ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയോ? പദ്യത്തിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നമ്മുടെ വൃക്ഷമൊക്കെയും തീരാത്ത ഓപ്ഷൻ ഡി ആണ്. അപ്പൊ
അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചപ്പോ മിസ്സേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാ ബുദ്ധിമുട്ട്? നമ്മൾ എന്തുകൊണ്ടാ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കാത്തോണ്ടല്ലേ ഈ മിസ്റ്റേക്ക്? ഞാൻ എവിടുന്നോ കഥാപുസ്തകത്തിൽ നിന്നൊന്നും കവിതയും അല്ലെങ്കിൽ ചെറുകഥയും എടുത്ത് വന്നതല്ല. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് തന്നതാ. അന്ന് നിങ്ങൾക്ക് ഇതിന് മാർക്ക് നേടാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാ പറ്റാത്തത്? നമ്മൾ ആ ഒരു ടൈമില് ഈ പാരഗ്രാഫിന്റെ വലിപ്പം പ്രിന്റ് അടിച്ച് ഈ പാരഗ്രാഫിന്റെ വലിപ്പം കൂട്ടിയിട്ടും അതുപോലെ വലിപ്പമുള്ളത് കൊണ്ടും കവിത ഇങ്ങനെ പരന്ന് നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു തവണത്തെ കേട്ടിട്ട് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്, ഒരു തവണത്തെ കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കവി ഓമലാളെ എന്ന് സംബോധന ചെയ്തത് ആര്? അമ്മ, ഭാര്യ, മകൾ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചില്ല പൂവിനെ ചാരിയത് എന്തിന്? പൂവ് വള്ളിയോട് ചേർന്നിരിക്കുന്നത് എന്തിന്? ആണോ അല്ലയോ? നിങ്ങൾ കേട്ടിട്ട് ക്വസ്റ്റ്യൻ എഴുതിയതല്ലേ കഴിഞ്ഞ പ്രാവശ്യം? മലയാളത്തിലെ ഗദ്യവും പദ്യവും ഒക്കെ അങ്ങനത്തെ ആയിരുന്നില്ലേ? അല്ലേ? പൂവും വള്ളിയും ഒക്കെ വെച്ചിട്ടായിരുന്നില്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഗദ്യവും പദ്യവും ഒക്കെ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൽ നിന്ന് തന്നെയുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ നിങ്ങൾ അതിനെ ഗദ്യം പദ്യം ഒഴിവാക്കരുത്. കാരണം നമുക്ക് വേണ്ടുന്ന പദശുദ്ധി, വിപരീത പദങ്ങള്, പുതിയ പുതിയ പദങ്ങള്, പര്യായം, നാനാർത്ഥം, ഇതൊക്കെ നമുക്കൊരു പാരഗ്രാഫ് വായിക്കുമ്പോ കിട്ടും. അതുപോലെ വായിക്കാനുള്ള ക്ഷമ, സ്പീഡിൽ പാരഗ്രാഫ് വായിക്കാൻ വേണ്ടി പറ്റുക, ആൻസർ സ്പീഡിൽ മാർക്ക് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഉപകരിക്കും. അപ്പൊ ഗദ്യം പദ്യം ഫിനിഷായി. 10 മാർക്ക്. ഏത്? ഈ ഗദ്യം വായിച്ചതിന്റെ ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇനി ഞാനത് പറയണോ? ഓപ്ഷൻ ബി. ഗദ്യത്തിന്റെ 5 ചോദ്യം വായിച്ചു കഴിഞ്ഞ് സി അല്ലേ? കണ്ടോ നിങ്ങൾ? ഇത് ഗദ്യത്തിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി. സി. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഒരു സ്ലൈഡ് മാറ്റി കഴിഞ്ഞ് അടുത്തത് തപ്പി എടുക്കാന്ന് പറയുന്നത് പാടല്ലേ? അപ്പൊ അത് ക്ലിയർ ആയോ എന്നുള്ളത് അപ്പൊ തന്നെ ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. കുറെ കഴിഞ്ഞ് ചോദിക്കരുത്. അങ്ങനെ അതുണ്ടായി. സോറി മാം. ഓക്കെ, കുഴപ്പമില്ല. ശരി, അങ്ങനെ നമ്മുടെ ഗദ്യം പദ്യം കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, 82 മാർക്കിൽ 10 മാർക്ക് ഗദ്യം പദ്യത്തിൽ നിന്ന് കിട്ടിയാൽ തന്നെ നമ്മള് പകുതിയും സേഫായി. പകുതിയല്ല, ഭൂരിഭാഗവും സേഫായി. ഇനി നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇപ്പൊ എത്ര മാർക്കുണ്ട്? 10ൽ 10 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? 9 മാർക്ക് മിസ്സേ. 9 ഉള്ളു മിസ്സേ. 9 ഉണ്ട്. 7 മിസ്സേ. 7. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 8. ഓക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മലയാളത്തിൽ ഇങ്ങനെ വർക്കൗട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ തരാം. ആ ടൈം എന്ത് ചെയ്യാം? ശ്രദ്ധിച്ച് വായിച്ചിട്ട് മാർക്കൊക്കെ ചെയ്യാം കേട്ടോ. ശരി, ഓക്കെ. അങ്ങനെ നമ്മുടെ 10ാമത്തത് കഴിഞ്ഞു. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യം. പദശുദ്ധിയിൽ നിന്നും വാക്യശുദ്ധിയിൽ നിന്നൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റായ പദം കണ്ടെത്തുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? എന്താ ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ്? തെറ്റായിട്ടുള്ള പദമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഹാർദവമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ മാർദ്ദവം എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ? മൃദുലമായ. അത് തന്നെ. മാർദ്ദവം എന്ന് പറഞ്ഞാൽ മൃദുത്വം കേട്ടോ. മൃദുലം, മൃദുത്വം എന്ന് പറയും. ഇനി ഈ പേലവം എന്ന് പറഞ്ഞാലോ? പേലവം എന്ന് പറഞ്ഞാലും മൃദുലം എന്ന് തന്നെയാണ് അർത്ഥം. മൃദുലം, സൗന്ദര്യം, അങ്ങനെയൊക്കെ അർത്ഥം വരുന്നതാണ് പേലവം. മൃദുലം, സൗന്ദര്യം, നേരിയത്, അങ്ങനെയൊക്കെ അതിന് അർത്ഥം വരുന്നുണ്ട്. പിന്നെ അടുത്തത് കൈതവം. കൈതവം എന്ന് പറഞ്ഞാൽ എന്താ? കൈതവം കള്ളം, കള്ളത്തരം. കള്ളം. അപ്പൊ തെറ്റായ പദമാണ് ചോദിച്ചത്. ഹാർദവം എങ്ങനെ നമുക്ക് കറക്റ്റ് ആക്കാം? ഹാർദം അല്ലെ? എല്ലാം വരുന്നില്ല. സോ ഹാർദത്തിൻ്റെത് ഇതാണെന്ന് ഓർത്ത് വെക്കാം, ഹാർദം. അപ്പൊ തെറ്റായ പദം ഓപ്ഷൻ ഡി ആണ്.
മാർദ്ദവം എന്ന് പറഞ്ഞാൽ മൃദുത്വം, പേലവം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം അല്ലെങ്കിൽ മൃദുലത, കൈതവം എന്ന് പറഞ്ഞാല് കള്ളം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രയോജന ക്രിയക്ക് ഉദാഹരണമായി വരുന്ന പദം ഏത്? നടക്കുന്നു, തിരിയുന്നു, ഉണ്ണുന്നു, കാട്ടുന്നു. 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 ഓപ്ഷൻ ഡി. അവിടെ കൂടി ബാക്കിലൂടെ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, കാട്ടുന്നു. പ്രയോജന ക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മറ്റൊരാളുടെ പ്രേരണ ചെയ്യുന്നത്. മറ്റൊരാളുടെ നിർബന്ധത്തിലോ മറ്റൊരാളുടെ സാന്നിധ്യത്തിലോ ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രയോജക ക്രിയ. ബാക്കി 3 നടക്കുന്നു, തിരിയുന്നു, ഉണ്ണുന്നു കേവല ക്രിയയിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദൗഹിത്രൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ദൗഹിത്രൻ ആരാ? മകളുടെ മകനാണ് ദൗഹിത്രൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 കാര്യങ്ങള്. ഒന്ന് ജാമാതാവ്. ആരാ? മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവാണ് ജാമാതാവ്. അപ്പൊ മകന്റെ ഭാര്യ ആരാ? സ്നുഷയാണ്. പുത്രന്റെ പുത്രൻ ആരാ? പുത്രന്റെ പുത്രിയാണെങ്കിലോ? പൗത്രി. പൗത്രിന്ന് വരും. ശരി. ഇനി അതുപോലെ തന്നെ ഓക്കെ. അപ്പൊ നമ്മുടെ സ്നുഷ ആൻസർ വരുന്നത് മകളുടെ മകൻ. ദൗഹിത്രന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? മകളുടെ. ഓപ്ഷൻ എ, മകളുടെ മകൻ. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരി. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഒരു മിനിറ്റ്, ഇതൊന്ന് ബാക്ക് അടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ധീരവനിതകൾ, സൂര്യചന്ദ്രന്മാർ, കൈകാലുകൾ, കുടത്തഴകൾ. ഓപ്ഷൻ എ, ധീരവനിതകൾ. എന്തുകൊണ്ടാ ധീരയായ വനിതകൾ എന്ന് പറഞ്ഞു? സൂര്യചന്ദ്രന്മാരാണെങ്കിൽ സൂര്യനും ചന്ദ്രനും. കൈകാലുകളാണെങ്കിൽ കയ്യും കാലും. ഓക്കെ. കുടത്തഴകളാണെങ്കിൽ കുടയും തഴയും. പീലിക്കൊട എന്നുള്ള അർത്ഥമുണ്ട്, ഇലകൾ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. പീലിക്കുട, ഇലകൾ. അപ്പൊ കുടയും തഴയും എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ എ, ധീരവനിതകൾ എന്നാണ്. ഈ ധീരവനിതകൾ ഏത് സമാസത്തിൽ ഉൾപ്പെടും? കർമ്മധാരി അല്ലെ? പൂർവപദം വിശേഷണമാണ്. ആയ എന്ന പ്രത്യയം വരുന്നു. വനിതയുടെ വിശേഷണമാണ് ധീരയായ വനിത. സൂര്യചന്ദ്രന്മാര്, കൈകാലുകൾ, കുടത്തഴകളൊക്കെ ഇതിൽ വരും. അല്ലെ? തുല്യ പ്രാധാന്യമുള്ള പദങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള പദങ്ങളാണ് എന്ന പ്രത്യയവും വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15. തെറ്റായി അർത്ഥം എഴുതിയിരിക്കുന്ന ജോഡി ഏത്? കപാല കവിൾത്തട, കപോലം തലയോട്. അനിലൻ കാറ്റ്, അനലൻ അഗ്നി. ക്ഷണം നിമിഷം, ക്ഷണനം കൊല. അതിഥി ദേവമാതാവ്, അതിഥി വിരുന്നുകാരൻ. ആൻസർ പോരട്ടെ. തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണോ? കപാല എന്ന് പറഞ്ഞാല് തലയോട്. കപാല തലയോട്. തിരിഞ്ഞു. കപോലം എന്ന് പറഞ്ഞാല് കവിൾത്തടം കേട്ടോ. അപ്പൊ അത് എല്ലാം ഒന്ന് ഓർത്ത് വെക്കണേ. എന്താ? കപാലം എന്ന് പറഞ്ഞാൽ തലയോട്, കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയി എന്ന് മാത്രം തിരിച്ചിടാം. പിന്നെ അനിലൻ കാറ്റാണ്, അനലൻ അഗ്നിയാണ്. ക്ഷണം നിമിഷാണ്,
ക്ഷണനം കൊലയാണ്. അതിഥി ദേവമാതാവാണ്. ആ തിഥി നോക്കാതെ വരുന്നവൻ, തീയതി നോക്കാതെ വരുന്നവൻ അതിഥി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഘാതകൻ, അക്ഷരത്തിന് മാറ്റിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ക്ലാസ് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാ. അപ്പൊ ഇത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. ഇനി അടുത്തത് 16. കഥകളിയുമായി ബന്ധമില്ലാത്ത പ്രയോഗം കണ്ടെത്തുക. ശതകം ചൊല്ലിക്കുക, ശിങ്കിടി പാടുക, കലശം ചവിട്ടുക, അതുപോലെ ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക. തെറ്റ്. ഓപ്ഷൻ ഡി. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക എന്നുള്ള. എടാ എവിടുന്ന് ഒരു സൗണ്ട് വരുന്നു? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അത് ഏതോ ഫോൺ എങ്ങാനും സൈഡിൽ കിടന്ന് വൈബ്രേറ്റ് ആവുന്നതാ. ഒന്ന് മ്യൂട്ട് ചെയ്യണം. അപ്പൊ കഥകളിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക എന്ന ശൈലിയിൽ ഉപയോഗിക്കുന്ന ശതകം ചൊല്ലിക്കുക. നെക്സ്റ്റ് വൺ, പിൻവിനേച്ചത്തിന് ഉദാഹരണം ഏത്? വരാൻ പറഞ്ഞു. ആണോ? വരാൻ പറഞ്ഞു ആണോ? ആൻ പ്രത്യയം. പ്രത്യയം വരുന്നു, പിൻവിനയച്ചമാണ് അല്ലെ? വരാൻ പറഞ്ഞു, കാണാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. ആൻ എന്ന പ്രത്യയം വന്നാൽ പിൻവിനയച്ചം. ചെന്നു പറഞ്ഞു എന്ന് പറഞ്ഞാല് ചെന്നു പറഞ്ഞു മുൻവിനേച്ചം. മുൻവിനയച്ചം. മുൻവിനയച്ചം ഏത് കാലത്തെ സൂചിപ്പിക്കുന്നു? ഭൂതകാലത്തെ. എടാ എവിടുന്നോ നിങ്ങൾ ക്ലാസ്സിലെ അല്ലാത്ത ഡിസ്കഷൻ ഒന്നും നടത്തരുത്. മ്യൂട്ട് ചെയ്യണേ. വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, പോയാൽ കാണാം. എവിടെ വരും? പോയാൽ കാണാം എന്ന് പറഞ്ഞാല് ആൽ കൽ ഉകിൽ പ്രത്യയം. എടാ ആൽ പ്രത്യയം വരുന്നത് പാക്ഷിക വിനേച്ചം. ഓക്കെ. ഇനി അടുത്തത് പോകവേ കണ്ടു. അവയെ പ്രത്യയം വരുന്നത് നടുവിനേച്ചത്തിന്റെ പ്രത്യയം എന്താ? നടുവിനേച്ചത്തിന്റെ പ്രത്യയം എന്താ? നടുവിനേച്ചത്തിനകത്ത് പ്രത്യയം അല്ലെ? പോവുക, പറയുക, കാണുക, കാണുക. അതായത് കേവലമായ ക്രിയാധാതുവിനെ സൂചിപ്പിക്കുന്നത് നടുവിനയച്ചം. മുൻവിനയച്ചം പ്രത്യയമില്ല. രണ്ട് ക്രിയകൾ അടുത്തടുത്ത് മാത്രം. പിൻവിനയച്ചം ആൻ എന്ന പ്രത്യയം വരും, ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നു. തൻവിനയച്ചം ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമുള്ള വിനയച്ചം. അവേ എ എന്ന പ്രത്യയം വരുന്നു. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് നടുവിനയച്ചം കേവലമായ ക്രിയയെ കാണിക്കുന്നു. ആ ക ഉഗ പ്രത്യയം. ലാസ്റ്റ് വൺ, പാക്ഷിക വിനയച്ചം, പ്രത്യയം. അവിടെ എന്തൊക്കെയോ ഡൗട്ട് ഇരിപ്പുണ്ട്, പഠിച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ അനുപ്രയോഗം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അയ്യോ ക്വസ്റ്റ്യൻ. ഭേദകാനുപ്രയോഗം, കാലാനുപ്രയോഗം, പൂരണാനുപ്രയോഗം, നിഷേധാനുപ്രയോഗം. അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഏതിൽ ഉൾപ്പെടും? യെസ്, ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ നമുക്ക് കാലാനുപ്രയോഗത്തിലാണ് അത് ഉൾപ്പെടുന്നത് അല്ലെ? നമ്മൾ ഇന്നലെ പറഞ്ഞു കാലത്തിനെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ക്രിയ നടക്കുന്ന കാലത്തില് ചില മാറ്റങ്ങൾ വരുത്തുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നു, പോയിട്ടുണ്ട്, പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നമ്മൾ പറഞ്ഞു. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വർത്തമാന കാലത്തെ സൂചിപ്പിക്കുന്നു. സോ കാലാനുപ്രയോഗം. ഭേദകാനുപ്രയോഗമായിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു? എങ്ങനെയുള്ള വാക്ക് വരുമായിരുന്നു? എങ്ങനെയുള്ള വാക്ക് ഭേദകത്തിൽ വരും? ഭേദകാനുപ്രയോഗത്തില് പറ. ക്രിയക്ക് ബഹുമാനം, വിനയം, ലാഘവം. ബഹുമാനം, വിനയം, ലാഘവം, നൈരാശ്യം, സ്വാഭാവികത. യെസ്,
അപേക്ഷിച്ചു കൊള്ളുന്നു, പോയി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ അത്. ഓക്കെ, ഭേദഗാനുപ്രയോഗത്തില് അതാണ് ഉൾപ്പെടുക. പിന്നെ പൂരണാനുപ്രയോഗാണെങ്കിലോ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നതും പക്ഷെ ഇപ്പൊ പ്രത്യയം, ഒരു കാലത്തും നിലവിലില്ലാത്ത പ്രത്യയങ്ങള്. ശരി, ഇനി അടുത്ത നിഷേധാനുപ്രയോഗാണെങ്കിലോ ഇല്ല. നിഷേധ പ്രയോഗങ്ങള് കേൾക്കരുത്, മിണ്ടരുത്. ഓക്കെ, പോവില്ല, കാണില്ല, ചെയ്യില്ല. ശരി, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രാജ്യ പുരോഗതി അല്ലെ? രാജ്യ പുരോഗതി എന്ന സമസ്ത പദത്തെ വിഗ്രഹിക്കുന്നതിന് സമാനമായി വിഗ്രഹിക്കാവുന്ന പദം ഏത്? യഥാവിധി, കാർവർണ്ണൻ, വിജയാഘോഷം, ദൃഢവിശ്വാസം. ഓപ്ഷൻ സി അല്ലെ, യഥാവിധി എങ്ങനെ വിഗ്രഹിക്കാം? വിധി പോലെ. സമാസം ഏതാ? സമാസം അവൈഭവൻ സമാസം. റെഡി. രണ്ടാമത്തത് കാർവർണ്ണൻ എങ്ങനെ വിഗ്രഹിക്കാം? കാർമേഘത്തിന്റെ വർണ്ണത്തോട്, കാർമേഘത്തിന്റെ നിറത്തോട് കൂടിയവൻ ആരോ അവൻ, കൃഷ്ണൻ. ഏത് സമാസം? ബഹുവ്രീഹി. ഓക്കെ, അടുത്തത് വിജയാഘോഷം. വിജയത്തിന്റെ ഘോഷം. അപ്പൊ വിജയത്തിന്റെ ഘോഷം, രാജ്യത്തിന്റെ പുരോഗതി. ഇത് രണ്ടും ഏത് സമാസത്തിൽ ഉൾപ്പെടും? ഏത്? തൽപുരുഷൻ. ശരി, ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മിസ് പഠിച്ചിട്ടുണ്ട്. സംബന്ധിക തൽപുരുഷൻ കറക്റ്റാ, തൽപുരുഷനില് വരും. ഓക്കെ, ഇനി അടുത്തത് ദൃഢവിശ്വാസം. ദൃഢമായ വിശ്വാസം. സമാസം ഏതാ? റെഡി. അപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ, ചോദ്യം വരുമ്പോ തന്നെ ചോദ്യത്തിന്റെ കൂടെ സമാസം ഒളിഞ്ഞിരിപ്പത് കണ്ടോ? ഈ വിഗ്രഹിച്ചെഴുതുമ്പോ അവിടെ സമാസമുണ്ട്, സമാസം വരുമ്പോ വിഗ്രഹമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100% നിരാശരാണ് എന്ന് പറയുന്ന വാക്യത്തിന് ശരിയായ രീതിയിൽ എഴുതാനാണ് തൊഴിൽ ലഭിച്ചവരിൽ 100%-ലേറെയും നിരാശരായവരാണ്. തൊഴിൽ ലഭിച്ചവർ നിരാശർ തന്നെയാണ്. തൊഴിലുണ്ടെങ്കിലും നിരാശയിൽപ്പെട്ടവരാണ്. തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. തൊഴിൽ ലഭിച്ചവരിൽ 100%-ലേറെയും നിരാശരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 100% എന്ന് പറഞ്ഞാൽ തന്നെ 100. വീണ്ടും അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ബി, തൊഴിൽ ലഭിച്ചവർ നിരാശർ തന്നെയാണ്. വാക്യത്തിൽ അതല്ല നമ്മുടെ ചോദ്യം. 100% നിരാശരാണ്, അതാണ് വരേണ്ടത്. തൊഴിൽ ഉണ്ടെങ്കിലും നിരാശയിൽപ്പെട്ടവരാണ് അല്ല. അപ്പൊ തൊഴിൽ ലഭിച്ചവരില് 100% വേണ്ട, 100% വേണ്ട, മറിച്ച് 90% നിരാശരാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ ഒരു വാക്യത്തിൽ വരുന്ന തെറ്റുകൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്നലെ? ഒരു വാക്യത്തിൽ എന്തൊക്കെ തെറ്റ് വരാം? പൗനരുക്തി, പൗനരുക്തി അഥവാ പദക്രമഭംഗം, പൗനരുക്ത്യം അഥവാ പുനരുക്തി, സമുച്ചയദോഷം, ഗതിദോഷം, അതുപോലെ തന്നെ എന്താ തെറ്റായ പദങ്ങളുടെ പ്രയോഗം, സംഖ്യാദോഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിസ്മയം, വിഷമം, ആഹ്ലാദം തുടങ്ങിയ ഭാവങ്ങളെ സൂചിപ്പിക്കാൻ ചേർക്കുന്ന ചിഹ്നം ഏത്? വിക്ഷേപിണി, ഭിത്തിക, വലയം, വിശ്ലേഷം. വിക്ഷേപിണി അല്ലെ. വിക്ഷേപിണി, വ്യാക്ഷേപകം, സ്തോഭചിഹ്നം, ആശ്ചര്യചിഹ്നം എന്നൊക്കെ പറയുന്നത് ഒന്നാണ്. വിസ്മയത്തെ, വിഷമത്തെ, ആഹ്ലാദത്തെ ഒക്കെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം. ഭിത്തിക എന്ന് പറഞ്ഞ ഏതാ ചിഹ്നം? അല്ലെ, സംഭാഷണങ്ങളൊക്കെ എഴുതുമ്പോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വലയെന്ന് പറഞ്ഞാല് വിശ്ലേഷം എന്ന് പറഞ്ഞാല് ഒരു
അപ്പസ്ട്രോഫി ആണോ? അതല്ലേ അപ്പൊ എന്ന് പറഞ്ഞ് നമ്മള് മുകളിൽ ഇടുന്ന സാധനം. ഓക്കെ. അത് ഉദ്ധരണി എന്ന് പറഞ്ഞാല് ഇങ്ങനെ മേളിൽ രണ്ടെണ്ണം, മേളിൽ ഇങ്ങനെ ഒരു സെന്റൻസിന്റെ മേളിൽ രണ്ട്. അല്ലെ? ഓക്കെ. കാഗു എന്ന് പറയുന്ന ചിഹ്നം ഏതാ? റെഡി. അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികൾ ശ്രദ്ധിച്ചുത്തരെഴുതേണ്ട ഒരു ഭാഗമാണ്. കുട്ടികൾ ലേഖനത്തിൽ വരുത്തുന്ന തെറ്റുകൾ പരിഹരിക്കാനുള്ള മാർഗം ഏത്? ഉറക്കെ വായിപ്പിക്കുക, രചനാ പ്രവർത്തനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുക, തെറ്റായി വായിക്കുന്ന പദങ്ങൾ ആവർത്തിച്ച് എഴുതിപ്പിക്കുക, നല്ല ഉച്ചാരണങ്ങൾ കേൾപ്പിക്കുക. രചനാപ്രവർത്തനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുക. ഓപ്ഷൻ ബി അല്ലെ? ലേഖനത്തിലെ തെറ്റുകൾ തിരുത്തണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവർ എന്ത് ചെയ്യണം? ഒരുപാട് എഴുതാൻ വേണ്ടി കൊടുക്കാം, പുതിയ പുതിയ രചനകൾ കൊടുക്കാം. എഴുതിപ്പിച്ചേ നമുക്കത് റെഡിയാക്കാൻ പറ്റൂ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാചിക പ്രവർത്തനമല്ലാത്തത് ഏത്? സെമിനാർ അവതരണം, പ്രൊജക്ട് തയ്യാറാക്കൽ, പാനൽ ചർച്ച, റോൾ പ്ലേ. പ്രോജക്റ്റ് തയ്യാറാക്കൽ. പ്രോജക്റ്റ് തയ്യാറാക്കൽ. റോൾ പ്ലേ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ തന്നെ ഇരുന്നിട്ട് ഓരോരുത്തരുടെയും റോള് മാറി മാറി അഭിനയിക്കാണ്. അവിടെ നിങ്ങൾ സംസാരിക്കും. റോൾ പ്ലേ സംസാരിക്കും, സെമിനാറിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും, പാനൽ ചർച്ചയിൽ നമ്മൾ സംസാരിക്കും. വാചകം എന്ന് പറയുമ്പോൾ തന്നെ സംസാരിക്കുന്ന പ്രവൃത്തിയിലാണ്. അപ്പൊ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമോ? നമ്മൾ എഴുതല്ലേ? യെസ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിലവിലുള്ള ഭാഷാ പഠനമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? കുട്ടി അറിവ് നിർമ്മിക്കുന്നത് ഭാഷ എന്ന മാധ്യമത്തിലൂടെയാണ്. നൈസർഗികമായി തന്നെ സമ്പന്നമായ ഒരു ഭാഷാശേഷിക്ക് ഉടമയായിട്ടുള്ളവനാണ് ഉടമയായിട്ടാണ് കുട്ടി ക്ലാസ്സിൽ എത്തുന്നത്. ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ് കുട്ടി ഭാഷ സ്വായത്തമാക്കുന്നത്. ദൈനംദിന വ്യവഹാരത്തിലൂടെ കുട്ടിയുടെ ആർജിത ഭാഷാശേഷി വികസിക്കുന്നു. ആവർത്തനത്തിലൂടെ. ഓപ്ഷൻ സി ആണ് അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ് മുറിയില് അല്ലെ, ബിഹേവിയറിസ്റ്റ് കാഴ്ചപ്പാടില് വ്യവഹാരവാദ പ്രകാരമാണ് ആവർത്തനവും അനുകരണവും ഒക്കെ. അതൊന്നും ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഇല്ല. കുട്ടി അറിവ് നിർമ്മിക്കുന്നത് ഭാഷ എന്ന മാധ്യമത്തിലൂടെയാണ്. ഉറപ്പായിട്ടും നൈസർഗികമായി തന്നെ സമ്പന്നമായ ഒരു ഭാഷാശേഷിക്ക് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്കകത്ത് ഭാഷയുണ്ട് എന്ന് നോം ചോംസ്കി തെളിയിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസും സർവഭാഷ വ്യാകരണം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ദൈനംദിന വ്യവഹാരത്തിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു? ആർജിത ഭാഷാശേഷി വികസിക്കുന്നു. ഇതന്നെയല്ലേ ചോംസ്കി പറയുന്നത്? ജനിക്കുമ്പോ കുട്ടിയിൽ ഭാഷയുണ്ട്, അവൻ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് അവൻ അവന്റെ ഭാഷയെ വികസിപ്പിക്കുന്നു. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏത്? ജ്ഞാന നിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യം മാതൃഭാഷയാണ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, റെഡി. അപ്പൊ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന ജ്ഞാന നിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യം മാതൃഭാഷയാണ്. പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിൽ കൂടി വേണം പഠിക്കാൻ. വ്യത്യസ്ത ഭാഷ പഠിച്ചാല് തനത് സംസ്കാരത്തെ മനസ്സിലാക്കാം. എന്താ ഈ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന? എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിലൂടെ. എല്ലാ വിഷയത്തിനും മാതൃഭാഷ വേണം. ഇംഗ്ലീഷ് പഠിക്കാത്തിന് മാതൃഭാഷ, ഹിന്ദി രേവതി, സൗണ്ടിന് എന്താ പ്രശ്നമുണ്ട്? സൗണ്ട് കേൾക്കുന്നില്ലേ? ഒന്നും കൂടെ മൈക്കൊന്ന്. ക്ലാരിറ്റി കുറവാണ്. ക്ലാരിറ്റി കുറവുണ്ട്. കുറവാണോ? ഒരു മിനിറ്റ്. മൈക്കൊന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി അടിപൊളിയായിരിക്കും. ഇപ്പോഴൊക്കെ ആയോ? ഹെഡ്ഫോൺ വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് കയറുവോ? പരന്ന സൗണ്ടാ.
ഇപ്പൊ കേൾക്കാവോ? ഓക്കെ ആയോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും കേട്ടില്ലേ? ക്ലിയർ പോയിരുന്നോ? കേട്ടോ? അപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ശരി. അപ്പൊ നമ്മള് എവിടെയാ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മാതൃഭാഷയുടെ ജ്ഞാനനിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യമായവ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ജ്ഞാന നിർമ്മിതിയുടെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ 24ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 25 ടീച്ചറെ. 25. അപ്പൊ 25ലെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ. ജ്ഞാന നിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യം മാതൃഭാഷയാണ് അല്ലെ? നമുക്ക് പുതിയ പുതിയ അറിവുകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിയണം. നിങ്ങളെല്ലാം മലയാളികളാണ്, പക്ഷെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ഇംഗ്ലീഷിലാണോ ഒരാളോട് ചോദിക്കുന്നത്? ആണോ? അല്ല, മലയാളത്തിൽ. നമുക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യം, ഈ ദേഷ്യം വന്നു കഴിയുമ്പോ ഞാൻ നിങ്ങളെ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് ചീത്ത പറയാൻ തുടങ്ങി. അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോ നിങ്ങൾ ഒരു പണ്ടാരം ഇരിപ്പുണ്ട്, എപ്പോഴും ചീത്തയാ. ഇത് നിങ്ങൾ എന്നെ ഇംഗ്ലീഷിലാണോ പറയുന്നത്? അല്ല, മലയാളത്തിൽ. മാതൃഭാഷയിൽ. അപ്പൊ എല്ലാത്തിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് അറിവ് നിർമ്മിക്കുന്നതും അത് പറയാനും മറ്റുള്ളവരുമായിട്ട് അത് ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകരിക്കുന്നത് മാതൃഭാഷയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. നിലവിലുള്ള ഭാഷാ പഠന സംവിധാനം ഊന്നൽ നൽകുന്നത് എന്തിനാണ്? പാഠപുസ്തകം വിനിമയം ചെയ്യുന്നതിന്, ഭാഷ നിർമ്മിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിന്, വായന വർദ്ധിപ്പിക്കുന്നതിന്, ഭാഷാ സാഹിത്യ ചരിത്രം പഠിപ്പിക്കുന്നത്. എന്തിനാ നിലവിലുള്ള ഭാഷാ സംവിധാനം ഊന്നൽ കൊടുക്കുന്നത്? ഓപ്ഷൻ ബി. നിർമ്മിതിക്കുള്ള അന്തരീക്ഷം ഒരുക്കുന്നു. ഓപ്ഷൻ ബി അല്ലെ? ഭാഷ നിർമ്മിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നു. ഈ ഭാഷ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാഠപുസ്തകം വായിക്കും, വായന വർദ്ധിപ്പിക്കും, അതുപോലെ ഭാഷാ സാഹിത്യ ചരിത്രവും നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഓപ്ഷൻ ബി ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഭാഷയും ആർജിക്കാൻ മനുഷ്യന് ജന്മസിദ്ധമായ കഴിവുണ്ട് എന്ന സിദ്ധാന്തം ഏതാ? ബി. ഓപ്ഷൻ ബി ടീച്ചറെ. അതെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 29. പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപിക പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? പാട്ടിലെ വൈവിധ്യം, സംഭാഷണം, അവതരണം, പാട്ടിന്റെ നിലവാരം, തീം, പദങ്ങളുടെ ഉച്ചാരണം, സ്ഫുടത, വ്യക്തത. ഓപ്ഷൻ ഡി. പദങ്ങളുടെ ഉച്ചാരണവും സ്ഫുടത, വ്യക്തത. യെസ്, ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ? പദങ്ങളുടെ ഉച്ചാരണം, സ്ഫുടത, വ്യക്തത. ഇതിനെയാണ് എന്ത്? പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുമ്പോൾ അധ്യാപിക പരിഗണിക്കേണ്ട കാര്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. കവിത ആസ്വാദനത്തിന്റെ ഉയർന്ന തലം ഏതാണ്? കവിത ആസ്വദിക്കുമ്പോൾ ഉള്ള ഉയർന്ന തലം എന്താണ്? കവിതാസ്വാദനത്തിന്റെ ഉയർന്ന തലം ഈണം കണ്ടുപിടിക്കലാണോ? അതോ സ്വന്തമായിട്ട് അതിന്റെ അർത്ഥവും ആശയം കണ്ടുപിടിച്ച് ആസ്വദിക്കലാണോ? അതോ താളം കണ്ടുപിടിക്കലാണോ? വ്യാകരണ വശങ്ങൾ കണ്ടുപിടിക്കലാണോ? അർത്ഥവും ആശയവും കണ്ടുപിടിക്കുക. അർത്ഥവും ആശയവും സ്വന്തം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമം ഏത്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇങ്ങനെ തന്നെയാണ് ചോദ്യം വന്നത്. അതായത് ഭാഷണം, വായന, ലേഖനം, ശ്രവണം എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെയാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊടുത്തേക്കുക. ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. ലിസണിങ്, റൈറ്റിംഗ്, റീഡിങ്, സ്പീക്കിംഗ്. ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്. ഇതിലേതാ ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട ക്രമം? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ഡബ്ല്യു, അതായത്
ഓക്കെ, നമുക്കൊരു കുഞ്ഞിനെ നമ്മൾ നിരീക്ഷിച്ചാൽ മതി. അത് എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സംസാരിക്കുന്നു, മുതിർന്നവരൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ എന്ത് ചെയ്യും? അതൊന്ന് ലിസൺ ചെയ്യും, അല്ലെ? അതൊന്ന് ശ്രവണം ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? അത് സ്പീക്ക് ചെയ്യും. പിന്നെ അത് എന്ത് ചെയ്യും? സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. സംസാരിച്ചതിന് ശേഷം പിന്നെയാണ് കുറച്ച് പദങ്ങളോ അക്ഷരമൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടിയതിനു ശേഷം അത് മെല്ലെ വായിക്കാൻ തുടങ്ങും. അതിനുശേഷമാണ് അത് എന്ത് ചെയ്യുന്നത്? ലേഖനത്തിലേക്ക് കടക്കുന്നത്, എഴുത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷകൻ. ആരുടേതാ? വള്ളത്തോൾ. ഓക്കെ, വള്ളത്തോളിന്റെ വരിയാണ്. എന്റെ വോയിസ് കേൾക്കാവോ? കേൾക്കാം മിസ്, ക്ലിയർ. കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. ചങ്ങമ്പുഴ. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എന്റെ പരാജയം. കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ. ഓക്കെ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എല്ലുറപ്പുള്ള കവിതകളുടെ കവി ഇടശ്ശേരി. ഉല്ലേഖ ഗായകൻ എന്നറിയാം. ഉള്ളൂര്. ഉല്ലേഖ ഗായകൻ ഉള്ളൂര്, അല്ലെ? പണ്ഡിതനായ പറയുന്നത് ഉള്ളൂരിനെയാണ്. ഇനി അതുപോലെ തന്നെ ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം ആശിച്ച് കാലം കഴിക്കുന്നവർ. യെസ്, ആശിച്ച് കാലം കഴിക്കുന്നവർ എന്ന അർത്ഥത്തില്. ഓക്കെ, വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് നദോന്നത. വൃത്തം ഏതാ? കേട്ടില്ല. വൃത്തം വൃത്തം വിയോഗിനി. ഇനി എന്റെ കൂടെ പ്രത്യയം വരുന്ന വിഭക്തി സംബന്ധിക വിഭക്തിയാണ്. ഓക്കെ, ഗതി എന്ന് പറഞ്ഞാൽ പറ്റി നിന്ന് കൊണ്ട് കൂടെ. അതിന്റെ ഒരു നിർവചനമായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? വിഭക്തിയോട് അർത്ഥം പരിഷ്കരിക്കും. അത് തന്നെ, ഏതെങ്കിലും ഒരു വിഭക്തിയോട് ചേർന്ന് നിന്ന് അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിരിച്ചെഴുതുമ്പോൾ സ്വരാക്ഷരവും ചേർത്തെഴുത്തിൽ യാവാ വരുന്ന സന്ധി ഏതാണ്? ശരി. ഓക്കെ, ദ്വിത്വസന്ധിയിൽ ഇരട്ടിപ്പ് വരാത്തത് എപ്പോഴൊക്കെയാണ്? സമാസം വരുന്നത്. പിന്നെയോ? ദ്വന്ദ്സമാസം വരുന്നത്. പിന്നെ ദീർഘങ്ങളായ ചുട്ടെഴുത്ത് വന്നാൽ. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ട് ദ്വന്ദ്വ സമാസത്തിൽ ഇരട്ടിപ്പ് വരാത്തത് പൂർവപദം ക്രിയാധാതു ആണെങ്കിൽ ഇരട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ്വന്ദ്വ സമാസം വന്നാല് ഇരട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘമായ ചുട്ടെഴുത്തുകൾ വന്നാലും അവിടെ ഇരട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരപദത്തിലെ ആദ്യത്തെ വർണ്ണം ശിഥില വർണ്ണമായാല് അവിടെയും ഇരട്ടിക്കില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതോടുകൂടി നമ്മൾ മലയാളത്തിന്റെ തുടക്കം മുതൽ ഗദ്യം പദ്യം മുതൽ 30 മാർക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ മുൻനിർത്തിയിട്ടും സിലബസ് പ്രകാരമുള്ള എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. കഥകളി കൂടി ഇതിന്റെ കൂടെ തന്നെ നോക്കിപ്പോണം. അപ്പൊ ഈ ഒരു ക്ലാസ്, മലയാളം ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഇതേപോലെ തന്നെ ഇനി മറ്റുള്ള ക്ലാസ്സുകൾ നന്നായിട്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇതെന്താ ഒന്നും ഉത്തരം പറയാത്തെ, എന്തേലുമൊക്കെ പറയാന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ഒക്കെ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കമന്റ് ആയിട്ടും സൂപ്പർ ആയിട്ട്, കാരണം നിങ്ങൾക്കറിയാം ഒരാഴ്ചയായിട്ട് എന്റെ സൗണ്ടിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണുന്നവരാ നിങ്ങൾ, അല്ലെ? അപ്പൊ ഞാൻ കുറെ വലിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്, ചുമച്ച ക്ലാസ് എടുത്തിട്ടുണ്ട്, ജലദോഷം വന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഒക്കെ തന്നെയാണ്
ക്ലാസ്സിനൊരു ബ്രേക്ക് ഇല്ലാതെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കും സാധിച്ചത്. അപ്പൊ നന്നായിട്ട് പഠിക്കാം, ഇനി വരുന്ന വിഷയങ്ങളും പഠിക്കാം. നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് ബുദ്ധിമുട്ടും പഠനത്തിൽ എന്തെങ്കിലും തടസ്സം നിൽക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് സാറിന് കൊടുക്കും എന്തായാലും. പക്ഷെ ഫൈനൽ ടച്ചിന് ഇനി ഒരു ദിവസം കൂടി ഞാൻ ഇടയ്ക്ക് കയറി വരുമ്പോ നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കരുത്, പഠിച്ച് തന്നെ ക്ലാസ്സിൽ കയറുമല്ലോ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഈ 30 മാഡം നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ ഈ ഒരു 30 ചോദ്യത്തിലൂടെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടും ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഒരുപാട് ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ എക്സാം എഴുതി എന്നതിൽ പരം സന്തോഷമില്ല. സോ നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു. Thank you. Thank you, miss.